ഹായ് സുഹൃത്തുക്കളെ, മാർക്കറ്റ് മാസ്റ്റർ ഇന്ത്യ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ട്രെയിനിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബൈനാൻസ് ആപ്പിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ലോഗിൻ ചെയ്യാം, അക്കൗണ്ട് വെരിഫൈ ചെയ്യാം, അതുപോലെ ഫണ്ട് ഡെപ്പോസിറ്റ് എങ്ങനെ ചെയ്യാം, കൂടാതെ ബിഗിനർ എങ്ങനെ ട്രേഡ് ആരംഭിക്കുക എന്നൊക്കെയാണ്. ഈ വീഡിയോ കുറച്ചധികം ലെങ്തി ആയിട്ടുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാനും അത് ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാനും പിന്നെ ബൈനാൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് കുറച്ചധികം ലെങ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ട്രേഡിങ്ങിൽ പുതിയ ആളാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്ത് കാണുക. കാരണം വളരെ ലളിതമായ ഭാഷയിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, ആദ്യമേ പറയാം, ട്രേഡിംഗ് റിസ്ക് ഉൾപ്പെട്ടതാണ്. സ്വന്തം റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അതേപോലെ ട്രേഡിംഗ് ചെയ്യുക. ഈ വീഡിയോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ബൈനാൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്ക് പോയി ബൈനാൻസ് എന്ന് സെർച്ച് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ല ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് പോയി ബൈനാൻസ് സെർച്ച് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അത് ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ലോഗിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ സൈനപ്പിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മെയിൽ ID ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ശേഷം മെയിലിലേക്ക് വരുന്ന വെരിഫിക്കേഷൻ കോഡ് നൽകി അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്താൽ മതി. അക്കൗണ്ട് റെഡിയായ ശേഷം ലോഗിൻ ചെയ്ത് ബൈനാൻസിൻ്റെ എല്ലാ ഫീച്ചറുകളും ഉപയോഗിക്കാൻ തുടങ്ങാം. അങ്ങനെ നമ്മൾ വിജയകരമായി ബൈനാൻസ് ആപ്പിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് അക്കൗണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് പ്രൊഫൈൽ സെക്ഷനിലേക്ക് പോയി വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ രാജ്യവും ആവശ്യമായ വ്യക്തിഗത വിവരങ്ങളും നൽകണം. ശേഷം സർക്കാർ അംഗീകരിച്ച ഒരു ID കാർഡ്, ഉദാഹരണത്തിന് ആധാർ കാർഡോ പാൻ കാർഡോ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അപ്ലോഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട് എടുക്കാനായിട്ട് സാധിക്കും. ചില സാഹചര്യങ്ങളിൽ ഒരു സെൽഫി എടുക്കാനോ ഫേസ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനോ ആവശ്യപ്പെടാം. എല്ലാ വിവരങ്ങളും ശരിയായി നൽകിയ ശേഷം അപേക്ഷ സമർപ്പിക്കുക. വെരിഫിക്കേഷൻ അംഗീകരിക്കപ്പെട്ടാൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ സുരക്ഷയും ലിമിറ്റുകളും മെച്ചപ്പെടുകയും ബൈനാൻസിൻ്റെ കൂടുതൽ ഫീച്ചറുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അക്കൗണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയായതിനു ശേഷം അടുത്തതായി ചെയ്യേണ്ടത് അക്കൗണ്ടിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കലാണ്. അതിന് പ്രൊഫൈലിൽ തന്നെ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യാനാണ് ബൈനാൻസ് ശുപാർശ ചെയ്യുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഓതൻറ്റിക്കേറ്ററോ അതല്ലെങ്കിൽ SMS വെരിഫിക്കേഷനോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അക്കൗണ്ടിന് ഒരു അധിക സുരക്ഷ ഇതിലൂടെ ലഭിക്കും. കൂടാതെ നിങ്ങൾ ഒരു ശക്തമായ പാസ്വേഡ് ഉപയോഗിക്കുകയും അത് മറ്റാരുമായി പങ്കുവയ്ക്കാതിരിക്കുകയും ചെയ്യുക. ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയാൽ നിങ്ങളുടെ ബൈനാൻസ് അക്കൗണ്ടും കൂടുതൽ സുരക്ഷിതമാകും. അതിനുശേഷം നമുക്ക് ഫണ്ട്സ് ഡെപ്പോസിറ്റ് ചെയ്ത് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ബൈനാൻസിൻ്റെ ഹോം പേജിൽ എത്തിയിട്ടുണ്ട്. ബിഗിനർ എന്ന നിലയിൽ ചില ഓപ്ഷൻസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ ഹോം പേജാണ്. ഇവിടെ മാർക്കറ്റിൻ്റെ പ്രധാന അപ്ഡേറ്റുകളും ട്രെൻഡിങ് ആയിട്ടുള്ള കോയിനുകളും ഓഫറുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്തുള്ള മാർക്കറ്റ്, ഈ സെക്ഷനിൽ ബിറ്റ്കോയിൻ, എത്തേരിയം തുടങ്ങിയ വിവിധ ക്രിപ്റ്റോ കറൻസികളുടെ നിലവിലെ വിലയും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സും കാണാം. ഏത് കോയിൻ എത്ര ഉയർന്നു എത്ര താഴ്ന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പരിശോധിക്കാൻ കഴിയും. അതിൻ്റെ തൊട്ടടുത്തുള്ള ട്രേഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ബൈനാൻസിൻ്റെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്രിപ്റ്റോ വാങ്ങാനും വിൽക്കാനും ട്രേഡ് എടുക്കാനും ഉപയോഗിക്കുന്ന ഒരു സെക്ഷനാണ് ഈ പറയുന്ന ട്രേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്തതായിട്ട് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഇത് കൂടുതൽ റിസ്ക് ഉള്ള ഒരു ട്രേഡിങ്ങിൻ്റെ ഓപ്ഷനാണ്. ബിഗിനർ ആയിട്ടുള്ള നിങ്ങൾ ഒരിക്കലും ഇതിലേക്ക് ഡയറക്റ്റ് വരരുത്. ആദ്യം സ്പോട്ടിൽ ട്രേഡ് ചെയ്ത് പഠിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് ലിവറേജ് ആയിട്ടൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. അടുത്തത് ലാസ്റ്റ് ഓപ്ഷനായിട്ടുള്ള അസറ്റാണ്. ഇത് നിങ്ങളുടെ അക്കൗണ്ടിലെ മൊത്തം ബാലൻസ്, കൈവശമുള്ള ക്രിപ്റ്റോ കറൻസികൾ, ഡെപ്പോസിറ്റുകൾ, ഇനി ക്രിപ്റ്റോ പിൻവലിക്കണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ്. ഓക്കെ, അസറ്റിനെ കുറിച്ച് കുറച്ച് കൂടുതൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിലവിൽ 3 ഓപ്ഷനാണ്. ഫണ്ടിങ്, സ്പോട്ട്, ഫ്യൂച്ചറാണ്. ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് പറഞ്ഞുതരാം. ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും അതേപോലെ നമ്മുടെ കറൻസികൾ സെല്ല് ചെയ്യുന്നതും ഒക്കെ. ഫണ്ടിങ്ങിൽ തന്നെ 3 ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ മോസ്റ്റ് പ്രോബബ്ലി ആൾക്കാർ യൂസ് ചെയ്യുന്നത് P2P വഴിയാണ്. P2P ട്രേഡിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈനാൻസിലെ ഉപഭോക്താക്കൾ തമ്മിൽ നേരിട്ട് ക്രിപ്റ്റോ വാങ്ങാനും വിൽക്കാനും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്.
ഇപ്പോൾ ഇന്ത്യയിൽ പലരും ഫണ്ട് ഇപ്പം ഇതിലേക്ക് ചേർക്കാനാണെങ്കിലും ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാനാണെങ്കിലും ഈ P2P ആണ് ഉപയോഗിക്കുന്നത്. സോ ഈ P2Pയിൽ അന്നത്തെ US ഡോളറിൻ്റെ റേറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും, USDT-ൻ്റെ. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷനാണ് ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ഏത് കറൻസിയാണോ നമുക്ക് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ആ കറൻസി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാനുണ്ടാവും. ആ നെറ്റ്വർക്കും സെലക്ട് ചെയ്തിട്ട് ആരാണോ നമുക്ക് അയച്ചു തരുന്നത് ആ വ്യക്തികൾക്ക് ആ അഡ്രസ്സ് അയച്ചു കൊടുത്താൽ നമുക്ക് ആ കോയിൻസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതേപോലെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈ ക്രിപ്റ്റോ ആണ്. അതായത് നമുക്ക് ഡയറക്റ്റ് ബൈനാൻസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ബൈനാൻസിലേക്ക് നമുക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റും. സോ അതിൽ നമ്മുടെ ഈ QR കോഡ് കാര്യങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്തുന്നതായിരിക്കും. അടുത്തതായിട്ട് സ്പോട്ട് വാലറ്റും ഫ്യൂച്ചർ വാലറ്റും ആണ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ഫണ്ടിങ്ങിൽ നിന്ന് നമ്മുടെ ഡോളർ വാങ്ങിച്ചതിന് ശേഷം ട്രേഡ് ചെയ്യേണ്ടത് ഏത് ഓപ്ഷനിലാണ് നമ്മൾ തീരുമാനിക്കുക. സ്പോട്ടിലാണെങ്കിൽ സ്പോട്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അവിടെ ട്രാൻസ്ഫർ മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവും, ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് സ്പോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സ്പോട്ടിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇനി ഫ്യൂച്ചറിലാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായി നമ്മൾ ബൈനാൻസിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പ്രൊഫൈലിൽ തന്നെ പോവുക. തുടർന്ന് അവിടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്ന സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ P2P പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് സെലക്ട് ചെയ്യുക. ഞാൻ UP ആണ് സെലക്ട് ചെയ്തത്. സോ UPI ID അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് അവിടെ ആഡ് ആവും. ഓക്കെ, സോ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഫ്യൂച്ചേഴ്സും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. സോ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് ബൈനാൻസിൽ ലിവറേജ് എടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. അതായത് നമുക്ക് ബിനാൻസുകാർ തന്നെ കടം തരും. നമുക്കൊരു $10 ഉള്ളൂവെങ്കിൽ നമുക്ക് ഏകദേശം $150 വരെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് കടം തരുന്നൊരു ഓപ്ഷനാണ്. ഓക്കെ, സോ ഫ്യൂച്ചർ ട്രേഡിംഗ് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ് തോന്നാറ്, കാരണം അതിൽ റിസ്ക് കൂടുതലാണ്. ശരിയാണ്. ഓക്കെ, പക്ഷേ ശരിയായ അറിവും റിസ്ക്കും മാനേജ്മെൻറ്റും ഉണ്ടെങ്കിൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനും അതിൽ നിന്ന് പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് നേരിട്ട് ഫ്യൂച്ചറിലേക്ക് പോവാതെ ആദ്യം സ്പോട്ട് ട്രേഡിങ്ങിൽ നിന്ന് തുടങ്ങി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഫ്യൂച്ചറിലേക്ക് പോവാം. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ചെറിയ ഓപ്ഷനും കൂടെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഉപകരിക്കപ്പെടുന്ന ഒരു ഓപ്ഷനായിരിക്കും. സോ നമുക്ക് ബൈനാൻസിൽ മാനുവലി അല്ലാണ്ട് നമുക്ക് ബോട്ടുകൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ബൈനാൻസുകാർ തന്നെ തരുന്നുണ്ട്. സോ അതെങ്ങനെയാണെന്നും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി ഒരു ബോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ട്രെൻഡെക്സ് എന്നാണ് ആ ബോട്ടിൻ്റെ പേര്. അതെങ്ങനെ നമുക്ക് ബൈനാൻസിലേക്ക് കണക്ട് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രൊഫൈൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏറ്റവും അടിയിലേക്ക് വരുമ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ API മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ API മാനേജ്മെൻറ്റിൽ ക്രിയേറ്റ് API കൊടുത്തിട്ട് നമ്മൾ സിസ്റ്റം ജനറേറ്റഡ് കൊടുത്തിട്ട് നമ്മൾ ഏത് ബോട്ടാണോ സെലക്ട് ചെയ്യുന്നത് ആ ബോട്ടിൻ്റെ പേര് കൊടുത്തിട്ട് നമുക്ക് അവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിലേക്ക് API വഴി നമുക്ക് എന്ത് ചെയ്യാം, ആ ബോട്ടിനെ ബൈനാൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ഇതൊരു നല്ലൊരു ഫ്യൂച്ചറാണ്. ഇതിന് ബോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ബൈനാൻസിൻ്റെ ബേസിക് കാര്യങ്ങളും പ്രധാനപ്പെട്ട ഓപ്ഷനുകളും നമ്മൾ പരിചയപ്പെട്ടു. ഇനി വരുന്ന വീഡിയോകളിൽ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം, എങ്ങനെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ബൈ ആൻഡ് സെൽ ചെയ്യാം എന്നൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് നോക്കാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള ട്രേഡിംഗ് കണ്ടൻറ്റുകളുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തി വെക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ട്രേഡിംഗ് എന്ന യാത്രയുടെ തുടക്കം മാത്രമാണിത്. ഇത് നിങ്ങളുടെ സ്വന്തം ബിഗ് ബുൾ സൈനിങ് ഓഫ്. അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളുമായി വീണ്ടും കാണാം. പഠിക്കാം, വളരാം, ഒരുമിച്ച് മുന്നേറാം. ഇത് നിങ്ങളുടെ സ്വന്തം മാർക്കറ്റ് മാസ്റ്റർ മലയാളം. See you in next video.